ഇറക്കി. മർക്കോസിന്റെ അമ്മയുടെ പേര് മറിയം. മറിയത്തിന്റെ വീടാണ് സെഹ്യോൻ മാളിക. മർക്കോസിന്റെ അമ്മയായ മറിയത്തിന്റെ വീടായ സെഹ്യോൻ മാളികയുടെ 2ാം നിലയിൽ അപ്പർ റൂം, മുകളിലത്തെ നില. ആ മുകളിലത്തെ നിലയിൽ ശിഷ്യന്മാർ പെസഹ ഭക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി. കർത്താവ് യേശു മിശിഹ അപ്പവും വീഞ്ഞും എടുത്ത് തൻ്റെ ശരീര രക്തങ്ങളാക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. പിറ്റേ ദിവസം ഈശോ വധിക്കപ്പെടുമെന്ന് കർത്താവിന് അറിയാം. അന്ന് രാത്രി ഏതാണ്ട് 8:30 മണി കഴിയുമ്പോൾ സ്തോത്രഗീതങ്ങൾ ആലപിച്ച് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ശിഷ്യന്മാരോടെല്ലാം യാത്ര പറഞ്ഞ് യേശുവും ശിഷ്യന്മാരും കൂടി ഒലിവുമലയിലേക്ക് ഗത്സമൻ തോട്ടത്തിലേക്ക് പോയി. ഗത്സമൻ തോട്ടത്തിലേക്ക് ഈശോ പോകുമ്പോൾ കെദ്രോൻ താഴ്വാരം, കെദ്രോൻ അരുവി ചാടിക്കടന്നാണ് ഈശോ ഒലിവുമലയിലേക്ക് പോകുന്നത്. ഈ കെദ്രോൻ തോട്ടിലൂടെയാണ് ജെറുസലേം ദേവാലയത്തിൽ 2 ലക്ഷത്തോളം ആടുകളെ കൊന്നിട്ട് ആ 2 ലക്ഷത്തോളം ആടുകളുടെ മുഴുവൻ ചോര ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങി ആ ചോര ഒഴുകിപ്പോകുന്ന കെദ്രോൻ തോട് കടന്ന് ചാടി അപ്പുറത്തെത്തുമ്പോൾ ഈശോ മിശിഹ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിച്ചു, ഈ ചോര ഒഴുകുന്നത് പോലെ നാളെ ഈ നഗരത്തിലൂടെ എൻ്റെ ചോര ഒഴുകും. ഗത്സമൻ തോട്ടത്തിലെത്തി ഒലിവുമരത്തിന്റെ ചുവട്ടിൽ കൈകുത്തിയിരുന്ന് നാളെ തനിക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തിന്റെ പാരമ്യമോർത്തു. ഈശോ എന്താണ് പ്രാർത്ഥിക്കുന്നത്? പിതാവേ, ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എന്താണ് അതിന്റെ അർത്ഥം? അവന്റെ രക്തധമനികൾ പൊട്ടി വിയർപ്പ് രക്തത്തുള്ളികളായി പുറത്തു വന്നു. നമ്മൾ വായിക്കുന്നു, സഹിക്കാൻ പറ്റാത്ത എന്തോ ഒരു ഭാരം യേശുവിനെ വേട്ടയാടുകയാണ്. അത് കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെടും എന്ന ചിന്തയല്ല. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്തണം. കാരണം ധൈര്യപൂർവം കുരിശിലേക്ക് നടന്നുപോയ ആയിരക്കണക്കിന് സാധാരണ മനുഷ്യരുണ്ട്. അപ്പോൾ ഒരു കുരിശുമരം കണ്ട് യേശു പേടിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കുരിശിൽ കൊല്ലപ്പെടാൻ പോകുന്നതിന്റെ വേദന ഓർത്തിട്ടല്ല ഈശോ കരയുന്നത്, ഈശോ വേവുന്നത്, ഈശോയുടെ ഹൃദയം നൊന്ത് നീറുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഈശോയ്ക്കറിയാം, കുരിശിൽ കിടക്കുമ്പോ പാപം ചെയ്ത ഒരു വ്യക്തിയുടെ, പാപം ചെയ്തൊരു ലോകത്തിന്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ കുരിശിൽ കിടക്കാൻ പോകുന്നത്. ഞാൻ കുരിശിൽ കിടക്കുമ്പോ പാപം ചെയ്തൊരു വ്യക്തിക്ക് നിത്യതയിൽ നഷ്ടപ്പെടുന്നത് ദൈവത്തെയാണ്. ശ്രദ്ധിക്കണം, പാപം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, നിത്യപാപത്തിൽ, മാരക പാപത്തിൽ മരിക്കുന്ന ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടുന്നത് ദൈവത്തോടുള്ള ബന്ധമാണ്. അതിന്റെ പേരാണ് നരകം. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന പാപി കടന്നു പോകുന്ന അനുഭവം കുരിശേ കിടക്കുമ്പോ ഞാൻ അനുഭവിക്കും. എനിക്ക് നിഴല് പോലെ, നിശ്വാസം പോലെ, പ്രാണവായു പോലെ എൻ്റെ കൂടെയുള്ള എൻ്റെ പിതാവുമായുള്ള ബന്ധം അല്പനേരത്തേക്കെങ്കിലും മുറിയും. ഇതാണ് യേശുവിന്റെ വേദന. പിതാവുമായുള്ള ബന്ധം മുറിയും. അതാണ് യേശു പിന്നീട് കുരിശിൽ കിടന്ന് നിലവിളിക്കുന്നത്. ഇത്രയും കാലം ദൈവത്തെ പിതാവേ, ആബാ 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 എന്ന് മാത്രം വിളിച്ചിട്ടുള്ള ഈശോ ജീവിതത്തിൽ ആദ്യമായിട്ട് പിതാവിനെ വിളിച്ചു, എൻ്റെ ദൈവമേ. പാപിയുടെ നിലവിളിയാണത്. പാപിക്ക് പിതാവേ എന്ന് വിളിക്കാൻ പറ്റില്ല. മകനെ പിതാവേ എന്ന് വിളിക്കാൻ പറ്റൂ. പാപിയുടെ അവസ്ഥയിലേക്ക്, പാപം ചെയ്ത് നിത്യത നഷ്ടപ്പെട്ട, ദൈവബന്ധം മുറിഞ്ഞുപോയ, അങ്ങനെ മുറിഞ്ഞു പോകാൻ സാധ്യതയുള്ള അനേകം പാപികളുടെ സ്ഥാനത്ത് തന്നെ കുരിശിൽ ചേർത്ത് കെട്ടിയിട്ടുകൊണ്ട് ആ പാപത്തിന്റെ ഭാരം ഹൃദയത്തിൽ, ആത്മാവിൽ അനുഭവിച്ചുകൊണ്ട് അവൻ വിളിച്ചു, ഏലി ഏലി ലമാ സബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു? കേൾക്കുന്നുണ്ടോ? കൈവിട്ടു എന്ന് പറഞ്ഞാൽ I am no longer able to be in touch with you. എനിക്ക് നിന്നെ കിട്ടുന്നില്ല, എനിക്ക് നിന്നെ അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പാ, നീ എന്നെ വിട്ടോ. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതാണ് ഈശോ പറയുന്നത്. അപ്പാ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്താന്ന് പിടികിട്ടിയോ? ഈ പാനപാത്രം കഴിയുമെങ്കിൽ ഇതാകുന്നു പോട്ടെ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുമ്പോൾ ഒരു കൈയിൽ കത്തിച്ചു പിടിച്ച തീപ്പന്തവും മറുകൈയിൽ മാരകായുധമായി പടയാളികൾ യേശുവിനെ പിടിക്കാൻ വരുമ്പോൾ അവരുടെ മുൻപിൽ ഒരു വിജയെ പോലെ യൂദാസ് നടന്നു വരുന്നത് യേശു കണ്ടു.
സ്നേഹിത, ചുംബനം കൊണ്ടാണോ നീ നിന്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നത്? ആ ചോദ്യത്തിന് കാതു കൊടുക്കാതെ കെട്ടിപ്പിടിച്ച്, യേശുവിനെ കെട്ടിപ്പിടിച്ച് അവന്റെ മുഖത്ത് മാറി മാറി ചുംബിച്ചുകൊണ്ട് യൂദാസ് പറഞ്ഞു, ഗുരോ സ്വസ്തി, ഗുരോ സ്വസ്തി, ഗുരോ സ്വസ്തി. പടയാളികൾ യേശുവിന്റെ മേൽ ചാടി വീണു, അവനെ ബന്ധിച്ചു. ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. അങ്ങനെ ഈശോ മിശിഹ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടു. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ആരെയും വിചാരണ ചെയ്യാൻ പാടില്ല എന്ന് യഹൂദന് നിയമം ഉണ്ടായിരുന്നു. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ആരെയും വിചാരണ ചെയ്യാൻ പാടില്ല. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ആരെയും വിചാരണ ചെയ്യാൻ പാടില്ല എന്ന് നിയമം ഉണ്ടായിരുന്ന യഹൂദൻ ഒരു രാത്രിയിൽ 4 കോടതികളിൽ യേശുവിനെ വിചാരണ ചെയ്തു. അന്നാസിന്റെയും കയ്യാപ്പാസിന്റെയും കോടതി സൻഹദ്രീൻ, പീലാത്തോസിന്റെ കോടതി, ഹെറോദേസിന്റെ കോടതി, വീണ്ടും പീലാത്തോസിന്റെ കോടതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒറ്റ രാത്രിയിൽ 4 കോടതികൾ.